1961 ആഗസ്റ്റ് 24-ന് പുറത്തിറങ്ങിയ ചിത്രമാണ് അരപ്പവൻ. അരപ്പവൻ സ്വർണം ഇല്ലാത്തതിൻ്റെ പേരിൽ ദാമ്പത്യം തകർന്ന കല്ലുവിൻ്റെ കഥനത്തിലൂടെയാണ് സിനിമ നീങ്ങുന്നത്. കെടാമംഗലം സദാനന്ദൻ ആദ്യമായി ഗാനങ്ങൾ എഴുതിയ ചിത്രമാണ് ഇത്. കെടാമംഗലം ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതി. മാത്രവുമല്ല, ഇതിൽ അഭിനയിക്കുകയും ചെയ്തു. തമിഴിലെ പ്രമുഖ സംവിധായകനായിരുന്ന കെ ശങ്കറാണ് ഇതിൻ്റെ സംവിധായകൻ. സേവ ഫിലിംസിൻ്റെ ബാനറിൽ കെ കുമാറാണ് അരപ്പവൻ നിർമ്മിച്ചത്. സംഗീതം ജി.കെ. വെങ്കിടേഷ്. ഗായകർ എ.പി. കോമള, കെ.പി.എസ്.സി. സുലോചന, പി. ലീല, പി.ബി. ശ്രീനിവാസ്, കെടാമംഗലം, പട്ടം സദൻ, മിസ് ഓമന രഞ്ജിനി, സത്യൻ പ്രേംനവാസ്, ടി.എസ്. മുത്തയ്യ, കെടാമംഗലം സദാനന്ദൻ, എസ്.പി. പിള്ള, ജി.കെ. പിള്ള, പട്ടം സദൻ, ശ്രീനാരായണ പിള്ള, കാലയ്ക്കൽ കുമാരൻ, അംബിക, കെ.പി.എസ്.സി. സുലോചന, മാസ്റ്റർ പ്രിൻസ്, കെ.പി. ശാന്തി എന്നിവരായിരുന്നു താരങ്ങൾ. കഥ: ചെത്തുകാരൻ കിട്ടുവിൻ്റെ മകനാണ് പരമു. അവൻ്റെ അനുജൻ പീതാംബരൻ മുടന്തനാണ്. അവൻ ശാസ്താംപാട്ട് പഠിക്കുന്നു. ഗ്രഹനായികയായ ജാനുവിനാണ് ആ കുടുംബത്തിൻ്റെ നിയന്ത്രണം. ജാനു പരമുവിനെ കൊണ്ട് രാമുവിൻ്റെ മകൾ കല്ലുവിനെ വിവാഹം കഴിപ്പിച്ചു. സ്ത്രീധനമായി കിട്ടേണ്ടത് അരപ്പവൻ. എന്നാൽ അതില്ലാതെയാണ് കല്ലു വിവാഹ ദിവസം എത്തിയത്. അതുകൊണ്ട് തന്നെ കല്ലുവിനെ അംഗീകരിക്കാൻ ജാനുവിന് കഴിയുന്നില്ല. അരപ്പവൻ കിട്ടുന്നതുവരെ പരമുവും കല്ലുവും തമ്മിൽ സംസാരിക്കാൻ പോലും ജാനു ഇടം കൊടുക്കാതെ നോക്കുന്നു. ആദ്യ രാത്രി തന്നെ ചെത്തതെങ്ങിന് കാവലിരിക്കാൻ പരമുവിനെ പറഞ്ഞുവിടുന്നു. ഒരു ദിവസം ആശയോടെ കല്ലുവിനെ കാണാനെത്തിയ പരമുവിനെ സ്വന്തം അച്ഛൻ തന്നെ കള്ളനാണെന്ന് കരുതി ഓടിച്ചിട്ട് തല്ലുന്നു. എന്നിട്ടത് കല്ലുവിനെതിരായ ഒരു ആരോപണമാക്കി മാറ്റി അവളെ അവളുടെ വീട്ടിലേക്ക് അയച്ചു. ഭാര്യ വീട്ടിൽ പോകരുതെന്ന് പരമുവിന് നിർദ്ദേശവും നൽകി. എങ്കിലും പരമു പോയി. പക്ഷേ അങ്ങനെ ഒളിവിൽ വന്നും പോയും കഴിയാൻ അതൊരു വേശ്യാലയമല്ലെന്ന് കല്ലു തീർത്തു പറഞ്ഞതോടെ പരമുവിന് നിരാശിതനായി തിരിച്ചു പോരാനേ കഴിഞ്ഞുള്ളൂ. സ്ഥലം ചായക്കട ഉടമയാണ് പാച്ചുപിള്ള. അയാളുടെ മകൾ അമ്മിണി താഴ്ന്ന ജാതിക്കാരനായ കല്ലുവിൻ്റെ സഹോദരൻ ഭാസിയുമായി പ്രണയത്തിലായി. ഭാസി സഹോദരിക്ക് വേണ്ട സ്ത്രീധനപ്പണം ഉണ്ടാക്കാനായി നാട് വിട്ടു. റാഫേൽ എന്ന ദുഷ്ടനാണ് ആ ഗ്രാമത്തിലെ കള്ള് ഷാപ്പുടമ. കാര്യസ്ഥൻ്റെ സഹായത്തോടെ എന്ത് ദുഷ്ടത്തരവും പോക്രിത്തരവും കാണിച്ച് അയാൾ വിലസി നടന്നു. മുതലാളിയുടെ റൗഡി സംഘത്തിൻ്റെ തലവനാണ് പാച്ചുപിള്ള. റാഫേലിൻ്റെ നല്ലവളായ ഭാര്യ ചെത്തുതൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റായി. പൊരുത്തേക്കേടുകളായി, സംഘർഷമായി. മുതലാളിയോട് കടം വാങ്ങി മകളെ കല്യാണം കഴിച്ച് അയച്ച രാമുവിന് എത്ര പ്രയത്നിച്ചിട്ടും കടം തീർക്കാനായില്ല. പരമുവിന് തൻ്റെ പ്രിയതമയെ മറക്കുവാനായില്ല. ഒരു നാൾ ചന്തയ്ക്ക് പോകുന്ന വഴി കല്ലുവിനോട് താൻ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് അവൾ ചെന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പരമു പറഞ്ഞു. അവിടെ അവൾ ചെന്നു. രഹസ്യ വേഴ്ച നടന്നു. അവൾ ഗർഭിണിയായി. ഇതിനിടെ രാമു മരത്തിൽ നിന്ന് വീണ് കിടപ്പിലായി. എല്ലാം തന്നെ വിറ്റ് ചികിത്സിച്ചെങ്കിലും അസുഖം ഭേദമായില്ല. മുതലാളിയുടെ ഭാര്യയിൽ നിന്നും സഹായം തേടി കല്ലു അവിടെ എത്തിയപ്പോൾ മാധവി അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയം മുതലാളി അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കല്ലു അതിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ ആ അപവാദം നാട്ടിൽ പരന്നു. കല്ലുവിൻ്റെ ഗർഭം മുതലാളി മൂലമാണെന്ന് വാർത്തയായി. രാമുവും മകളെ സംശയത്തോടെ കാണാൻ തുടങ്ങി. സഹോദരിക്ക് സ്ത്രീധനത്തുകയുമായി ഭാസി നാട്ടിലെത്തിയപ്പോൾ അറിഞ്ഞത് കല്ലു നല്ലവളല്ലെന്ന വാർത്തയാണ്. കോപാകുലനായ അയാൾ ആ പണം അവളുടെ മുഖത്തെറിഞ്ഞ ശേഷം മുതലാളിയുടെ വീട്ടിലേക്ക് പാഞ്ഞു. നടക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന രാമുവും കോടാലിയുമായി പിന്തുടർന്നു. അധർമ്മിയായിരുന്ന പാച്ചുപിള്ളയുടെ മനസ്സുമാറ്റവും മാധവിയുടെ സന്ദർഭോചിതമായ ഇടപെടലും കാരണം തമ്മിൽ ഏറ്റുമുട്ടി നശിച്ചു പോകാതെ അവരെ രക്ഷിച്ചു. തൻ്റെ ഭാര്യ പതിവ്രതയാണെന്ന് മനസ്സിലാക്കിയ പരമു അവളെ കാണാനായി ഓടി. എന്നാൽ എല്ലാ ദുരിതങ്ങൾക്കും കാരണം താനാണെന്ന് കരുതിയ കല്ലു അപ്പോഴേക്കും ആത്മഹത്യ ചെയ്തിരുന്നു. ജാതിക്കും പണത്തിനും ഉപരി ജീവിതത്തിൽ വേണ്ടത് സ്നേഹമാണെന്ന് മനസ്സിലാക്കിയ പാച്ചുപിള്ള അമ്മിണിയും ഭാസിയും തമ്മിലുള്ള വിവാഹത്തിന് അനുമതി നൽകുകയും ചെയ്തു.